വോട്ട് ചെയ്യാൻ പോയ ഭൂരിഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികളും തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും തിരികെ പണിക്കെത്തിയിട്ടില്ല. വിമാന ടിക്കറ്റും കൂലി വർധനയും ഉൾപ്പെടെ തൊഴിലുടമകൾ വാഗ്ദാനം ചെയ്തിട്ടും ഇവർ വിമുഖത കാട്ടുകയാണ്. കെട്ടിട നിർമ്മാണം, പ്ലൈവുഡ്, ഹോട്ടൽ, പഴം, പച്ചക്കറി, മീൻ, ഇറച്ചി വ്യാപാരശാലകൾ, ക്വാറികൾ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന ബംഗാൾ, അസം സ്വദേശികൾ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് പോയെന്നാണ് യൂണിയനുകളുടെ കണക്ക്. കേരളത്തിലേക്ക് ട്രെയിനിൽ പുറപ്പെട്ട ബംഗാൾ സ്വദേശികളിൽ പലരും ഭരണമാറ്റത്തെ തുടർന്ന് അക്രമം വ്യാപകമായതോടെ കുടുംബത്തിന്റെ സുരക്ഷയോർത്ത് തിരികെ പോയി. SIRന്റെ ഭാഗമായി വോട്ട് ചെയ്തില്ലെങ്കിൽ പട്ടികയിൽ നിന്ന് ഒഴിവാകുമെന്ന പ്രചാരണം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. തൊഴിലും ഉയർന്ന കൂലിയും ഉറപ്പാക്കാമെന്ന വാഗ്ദാനവും രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിരുന്നു. നാട് വിട്ടുനിന്നാൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന ആശങ്കയും ഇവർക്കിടയിലുണ്ട്. വർഷങ്ങളായി കേരളത്തിൽ തൊഴിൽ ചെയ്ത് സാമ്പത്തിക നില മെച്ചപ്പെട്ട നിരവധി പേരുണ്ട്. ഇവരും തിരികെ വരാൻ താല്പര്യപ്പെടുന്നില്ല. പറഞ്ഞ സമയത്ത് വീടുകളും കെട്ടിടങ്ങളും പൂർത്തിയാക്കാനാകാത്തത് വൻകിട ചെറുകിട നിർമ്മാണ മേഖലകളെ ബാധിക്കുന്നു. വീട് നിർമ്മാണങ്ങൾ വഴിമുട്ടിയത് കരാറുകാരും വീട്ടുകാരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഹോട്ടലുകളിൽ തൊഴിലാളികളെ കിട്ടാനില്ല. കൊല്ലം ജില്ലയിൽ സമയത്തിന് കെട്ടിട നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ പോലും കഴിയാതെ കമ്പനികൾ വിഷമിക്കുകയാണ്. 100-നോടടുപ്പിച്ച് തൊഴിലാളികൾ ഉണ്ടായിരുന്ന കമ്പനികളിൽ ഇപ്പോൾ 10 മുതൽ 15 വരെ തൊഴിലാളികൾ മാത്രമാണുള്ളത്. ഭൂരിഭാഗം മെഷീനറികളും പ്രവർത്തിപ്പിക്കുന്നില്ലെന്നും കരാറുകാർ പറയുന്നു. കൂടാതെ ഭൂരിഭാഗം കച്ചവട സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ഉടമകൾ മാത്രമാണുള്ളത്. ഇത് കച്ചവടങ്ങളെയും സാരമായി ബാധിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകാതെ തൊഴിലാളികൾ തിരിച്ചുവരാൻ സാധ്യതയില്ലെന്നാണ് കണക്കുകൂട്ടൽ.